ഹലോ, ഒരു സ്മോൾ ബോർ സിംഗിൾ ആക്ടിംഗ് ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ദിശയും വേഗതയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക എന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ സമാപനത്തോടെ ഒരു 3 പോർട്ട് 2-വേ വാൽവ് ഉപയോഗിക്കുന്ന സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ടൂൾസും മെറ്റീരിയൽസും ക്രമപ്പെടുത്തുവാനും സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിശോധിക്കുവാൻ ട്രെയിനർ ബോർഡിന്മേലുള്ള സർക്യൂട്ട് എങ്ങനെ അസംബിൾ ചെയ്യുവാനും സെറ്റിംഗ് സമയത്ത് ട്യൂബ് ലൈൻസ് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് പ്രദർശിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയും. ഇനി നമുക്ക് ഒരു 3 പോർട്ട് 2-വേ വാൽവ് ഉപയോഗിക്കുന്ന സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ടൂൾസും മെറ്റീരിയൽസും ഏവയെന്ന് നോക്കാം. ഇതിൽ ട്രെയിനർ ബോർഡ്, ന്യൂമാറ്റിക് സോഴ്സ് അഥവാ കംപ്രസർ, PU ട്യൂബ്, FRL യൂണിറ്റ്, 3 പോർട്ട് 2-വേ വാൽവ്, സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നിവ ഉൾപ്പെടുന്നു. ഒരു 3 പോർട്ട് 2-വേ വാൽവ് ഉപയോഗിച്ച് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുവാൻ നിങ്ങൾ ആദ്യം ട്രെയിനർ ബോർഡിന്മേൽ കമ്പോണൻസ് സജ്ജീകരിക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന് ന്യൂമാറ്റിക് സോഴ്സ്, സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, 3 പോർട്ട് 2-വേ വാൽവ്, FRL എന്നിവ ഏർപ്പാട് ചെയ്യുക. ഇവിടെ കാണിച്ചിട്ടുള്ള കമ്പോണൻസിന് വേണ്ടി ISO 1219 ചിഹ്നങ്ങൾ ഉണ്ടോ എന്നറിയുക. ഒരു 3 പോർട്ട് 2-വേ വാൽവ് ഉപയോഗിച്ചുള്ള സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട സർക്യൂട്ട് ഡയഗ്രാം ഇതാ. കംപ്രസർ സ്വിച്ച് ഓൺ ചെയ്താൽ ഇൻപുട്ട് പോർട്ട് 1 വരെ കംപ്രസ്ഡ് എയർ ലഭിക്കുന്നു. പുഷ് ബട്ടൺ അമർത്തിയാൽ വാൽവ് ഷിഫ്റ്റ് മൂലം എയർ ഡിറക്ഷൻ മാറുന്നു. പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുന്നു. പുഷ് ബട്ടൺ റിലീസ് ചെയ്താൽ പിസ്റ്റൺ തിരികെ വരുന്നു. ഇനി സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ച വിധം കമ്പോണൻസിനെ എങ്ങനെ സജ്ജീകരിക്കാം എന്ന് നോക്കാം. ആദ്യം കാണിച്ച വിധം ട്രെയിനർ ബോർഡിന്മേൽ കമ്പോണന്റ് സജ്ജീകരിക്കുക. പിന്നീട് സോഴ്സിനെ FRLനോടും FRLനെ 3 പോർട്ട് 2-വേ വാൽവിന്റെ ഇൻപുട്ട് പോർട്ട് 1നോടും കണക്ട് ചെയ്യുക. അടുത്തത് 3 പോർട്ട് 2-വേ വാൽവിന്റെ ഔട്ട്പുട്ട് പോർട്ട് 2വിനെ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ ഇൻപുട്ട് പോർട്ടിനോട് കണക്ട് ചെയ്യുക. കണക്ഷൻസ് വേണ്ട വിധമാണെന്നും എയർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഇനി സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിശോധിക്കുവാൻ ആദ്യം പുഷ് ബട്ടൺ അമർത്തണം. പുഷ് ബട്ടൺ അമർത്തിയാൽ പിസ്റ്റൺ മുന്നോട്ട് നീങ്ങണം. അടുത്തതായി പുഷ് ബട്ടൺ വിടുക. പുഷ് ബട്ടൺ വിട്ടാൽ പിസ്റ്റൺ റിട്രാക്ട് ചെയ്യുന്നു. പുഷ് ബട്ടൺസ് അമർത്തിയും വിട്ടും കൊണ്ട് നിങ്ങൾക്ക് പിസ്റ്റൺ ചലനം നിരീക്ഷിക്കാം. അങ്ങനെ ഒരു 3 പോർട്ട് 2-വേ വാൽവ് കൊണ്ട് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ ചലനത്തെ നിയന്ത്രിക്കാം എന്ന അനുമാനത്തിലെത്താം. ഇനി നമുക്ക്
ഫിറ്റിംഗ് സമയത്ത് ഒരു പുഷ് കൊണ്ട് ട്യൂബിനെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം പുൾ ബാക്ക് റിംഗ് പിടിക്കുക. പിന്നീട് പോളി യുറേഥിൻ ട്യൂബ്. ഫിറ്റിംഗിലേക്ക് തള്ളുകയും റിംഗ് വലിക്കുകയും അവസാനം ലോക്കിലേക്ക് ലോക്ക് റിംഗ് മുന്നോട്ട് തള്ളുകയും ചെയ്യുക. നാം ഒരു സ്മോൾ ബോർ സിംഗിൾ ആക്ടിംഗ് ന്യൂമാറ്റിക് സിലിണ്ടറിന്റെ ദിശയും വേഗതയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക എന്ന ഈ സെഷൻ സമാപനത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 3-പോർട്ട് 2-വേ വാൽവ് ഉപയോഗിക്കുന്ന സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ടൂൾസും മെറ്റീരിയൽസും ക്രമപ്പെടുത്തുവാനും സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിശോധിക്കുവാൻ ട്രെയിനർ ബോർഡിന്മേലുള്ള സർക്യൂട്ട് എങ്ങനെ അസംബിൾ ചെയ്യുവാനും സെറ്റിംഗ് സമയത്ത് ട്യൂബ് ലൈൻസ് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് പ്രദർശിപ്പിക്കുവാനും കഴിയേണ്ടതാണ്.